ഞങ്ങൾ എന്തിനാ കാവ്യ സെൽഫിഷ് ആവുന്നേ? ഞങ്ങൾ നിന്റെ നന്മയ്ക്കല്ലേ പറയുന്നേ. ആഹാ, നല്ലത് വിചാരിക്കുന്നവർ ഒരിക്കലും കള്ളം പറയില്ല ചെറിയമ്മേ. വസു ചെറിയമ്മയെ പോലെ എത്ര അപമാനിക്കപ്പെട്ടാലും നല്ലതേ പറഞ്ഞു തരൂ. നിങ്ങൾ സ്വയം നല്ലവരാണെന്ന് കാണിക്കാൻ വേണ്ടി വസു ചെറിയമ്മയെ വെറുതെ മോശക്കാരിയാക്കുക. അവരെത്രമാത്രം നല്ലവരാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നീയും കൂടി അവളുടെ മായാവലയത്തിൽ വീണോ? ശരിക്കും ഞാനൊരു മായാവലയത്തിൽ പെട്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്നെ അതിൽ നിന്നെല്ലാം രക്ഷിച്ചെടുത്തത് തന്നെ വസു ചെറിയമ്മയാ. ഒരുപക്ഷെ അവരില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കില്ലായിരുന്നു. അതിനു മാത്രം അവരിപ്പോ എന്താ ചെയ്തേ? എന്തായാലും നിങ്ങളെ പോലെ ആരെക്കുറിച്ച് തെറ്റു പറഞ്ഞില്ല. അമ്മമ്മയ്ക്കാണെങ്കിൽ വയസ്സായെന്ന് പറയാം. നമ്മൾ തമ്മിൽ അത്ര പ്രായ വ്യത്യാസം ഇല്ലല്ലോ. നിങ്ങൾ എന്താ ഇങ്ങനെ ചെറിയമ്മേ? അത്യാവശ്യം പഠിപ്പൊക്കെ ഉള്ളതല്ലേ? ഇങ്ങനെ ഓരോ കുറ്റങ്ങൾ പറയാവോ? ഇനി ഒരു തവണ കൂടി വസു ചെറിയമ്മയെ കുറിച്ച് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാ ഞാൻ അഭിചെറിയച്ചനോട് പറഞ്ഞു കൊടുക്കും. പിന്നെന്താവോന്ന് അറിയാലോ. ഇവള് പെട്ടെന്ന് ആളാകെ മാറിപ്പോയല്ലോ. നമ്മുടെ ഭാഗത്തുള്ള ഓരോരുത്തരും ഇപ്പൊ വസുവേട്ടത്തിയുടെ ഭാഗത്തേക്ക് പോവൂ ആന്റി. ഇന്നലെ ആണെങ്കിൽ അമ്മ വസുവേട്ടത്തെ പറ്റി പോസിറ്റീവായിട്ട് സംസാരിച്ചു. ഇന്നാണെങ്കിൽ കാവ്യയും. ഇപ്പൊ നിങ്ങളും ഞാനും മാത്രം ബാക്കി. അതൊന്നും സാരല്ലെന്നേ. ആര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ പോരാട്ടം നിർത്തില്ല. നമ്മുടെ ലക്ഷ്യം നമ്മൾ നേടും. പോരാട്ടം വിജയിക്കട്ടെ. അതെ, ഇപ്പൊ ഇത് യുക്രൈൻ റഷ്യൻ യുദ്ധം പോലെയാണല്ലോ. തീരില്ല ആന്റി, തീരില്ല. നമുക്ക് രണ്ടുപേർക്കും ഇതൊരു വലിയ യുദ്ധം തന്നെയല്ലേ? നിങ്ങൾ ഈ വലിയ വലിയ ഡയലോഗൊക്കെ നിർത്തിയിട്ട് അടുത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കേ. അതന്നെയാ ചെയ്തോണ്ടിരിക്കുന്നേ. എന്താ ഇത്? പാല് പിരിഞ്ഞു പോയല്ലോ. എന്താ ഇങ്ങനെ സംഭവിച്ചേ? എന്തുപറ്റി വസു? ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? പൂജ ചെയ്ത് നിവേദ്യം അർപ്പിക്കാൻ വേണ്ടിട്ട് പാല് തിളപ്പിക്കാൻ നോക്കിയപ്പോ അത് പിരിഞ്ഞു പോയി ചേച്ചി. ഇതെന്തോ അപശകുനായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പോ എനിക്കും കൂടി ഒരു അപശകുനം സംഭവിച്ചു വസു. എന്താ ചേച്ചി? കുളിക്കാനായിട്ട് ടവലും എടുത്തോണ്ട് ഞാൻ പോയപ്പോ പല്ലി ദേഹത്തുകൂടി വീണു. അയ്യോ, പല്ലി ദേഹത്ത് വീഴുന്നത് നല്ലതല്ല ചേച്ചി. അതാ എനിക്കും പേടിയാവുന്ന വസു. എന്താപത്താ നടക്കാൻ പോകുന്നേന്നോർത്ത് ഭയന്നാ ഞാൻ കുളിച്ചിട്ട് വന്നേ. കാർത്തിക, എന്തു പറ്റി? വെള്ളിയാഴ്ചയായിട്ട് കയ്യിൽ വളയൊന്നും ഇടാതെ എന്താ കാർത്തിക വെറും കൈയോടെ നിൽക്കുന്നത്?
രാവിലെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി ഏട്ടത്തി. ഉറങ്ങി എണീക്കുമ്പോ കട്ടിലിടിച്ച് കയ്യിലുണ്ടായിരുന്ന കുപ്പിവളകൾ എല്ലാം പൊട്ടിപ്പോയി. അത് അപശകനമായിട്ട് എനിക്ക് തോന്നി. ഒരു പ്രശ്നവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് വരുവോ? എന്തു പറ്റി? പാല് പിരിഞ്ഞു പോകുന്നതും പല്ലി മേല് വീഴുന്നതും വള പൊട്ടിപ്പോകുന്നതും ഒക്കെ നിങ്ങൾക്കൊരു അപശകനാണോ? ഇതിനൊക്കെ എങ്ങനെ പേടിച്ചാൽ എങ്ങനാ? ഇല്ല മോളെ, ഒരാൾക്ക് സംഭവിച്ചാൽ അത് സ്വാഭാവികമെന്ന് കരുതി പോട്ടേന്ന് വെക്കാം. ഇത് 3 പേർക്കും ഒരുപോലെ സംഭവിക്കാന്ന് വെച്ചാൽ? ഇതുവരെ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ? വരാൻ പോകുന്നൊരു വലിയ ആപത്തിന് ഇതൊരു ലക്ഷണമായി ഞാൻ കാണുന്നു ജയന്തി. അങ്ങനൊന്നുമല്ല അച്ഛാ. പാല് തിളച്ചു മറിയുന്നൊക്കെ സർവ്വസാധാരണല്ലേ. ഇതിനെന്തിനാ ടെൻഷനാവുന്നത്? അതെ അച്ഛാ, പല്ലി ദേഹത്തെ വീണെന്ന് വെച്ചാൽ എന്ത് വരാനാ? അതിനാണല്ലോ സ്കിൻ ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് കുളിച്ചിട്ട് വന്നത്. കാര്യം അത്രേ ഉള്ളൂ. കണ്ണാടിയാകുമ്പോ പൊട്ടാതിരിക്കോ? ഇതിനൊക്കെ ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാ? നിങ്ങൾക്കൊന്നും അറിയാഞ്ഞിട്ടാ. ഇതൊന്നും യാദൃച്ഛികമായിട്ട് സംഭവിച്ച കാര്യങ്ങളല്ല. അദ്ദേഹം പറഞ്ഞതുപോലെ ഈ വീടിന് ആപത്ത് സംഭവിക്കാൻ പോകുകയാണെന്ന് ഈശ്വരനൊരു മുന്നറിയിപ്പ് തന്നതാ. എനിക്കിതുവരെ ഒരു 2ാം കല്യാണം നടത്തിയില്ല. അതിലും വലിയൊരു തെറ്റ് വേറെ എന്താ അവിടെ ഉള്ളത്? ഉടൻ തന്നെ ജോത്സ്യർക്ക് ഫോൺ ചെയ്ത് പരിഹാരം എന്തെന്ന് ചോദിക്കണം. പരിഹാരം എന്നൊക്കെ പറഞ്ഞ് പൂജ ചെയ്ത് വ്രതം ഇരിക്കാൻ പറയോ എന്തോ. അതൊന്നും വേണ്ട ഏട്ടാ, ഒരബദ്ധം വരില്ല. എന്തിനാ ഈ ആവശ്യമില്ലാത്ത ചെലവ് ചെയ്യുന്നേ? ചിലവിന്റെ കാര്യം അല്ല ഇളയമ്മേ. ഇന്നത്തെ ഈ കാലത്തും ഇങ്ങനത്തെ അന്ധവിശ്വാസമൊക്കെ ഉണ്ടോ? ചിലത് വിശ്വസിക്കണോ അബി? കാരണമില്ലാതെ ഒന്നും സംഭവിക്കില്ല. ഇതൊക്കെ വേറെ അന്ധവിശ്വാസമാണ് അമ്മേ. എല്ലാം ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരുന്ന എങ്ങനാ? ഒരു പൂജ നടത്തുന്നതിൽ എന്താ നഷ്ടം? നിങ്ങളെല്ലാം പോയി നിങ്ങളുടെ ജോലി നോക്ക്. എനിക്ക് പൂജയ്ക്ക് സമ്മതമാണ്. എന്നെ കുറിച്ചൊന്നും ആലോചിക്കില്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എന്റെ ഏട്ടൻ ആലോചിച്ചോണ്ടിരിക്കും. എന്തൊരു ജീവിത ഇത്! ഈ വീട് മൊത്തം ഒരു അപശകുന. എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതും അതാ. ഈ ജന്മത്തിൽ എനിക്ക് എപ്പോ സന്തോഷം കിട്ടുമെന്ന് അറിയാൻ പറ്റുന്നില്ല. എന്റെ ആദ്യ ഭർത്താവ് മരിച്ചുപോയി. 2ാമത് കല്യാണം നടത്തിയതുമില്ല. എന്റെ പ്രിയപ്പെട്ട ട്യൂഷൻ മാഷിനാണെങ്കിൽ കുറെ നാളായിട്ട് കാണാനുമില്ല. എന്റെ ട്യൂഷൻ മാഷിനെ നോക്കി ഞാൻ കാത്തിരിക്കുകയാണെങ്കിൽ എന്റെ ജീവിതം മൊത്തം പാഴാവുന്നാ തോന്നുന്നേ. ഈശ്വരൻ എന്നോട് കരുണ തോന്നുന്നുണ്ടോ? ജോത്സ്യം പറയാം, ജോത്സ്യം. നടക്കാൻ പോകുന്നതും പറയാം, നടക്കുന്നതും പറയാം. എന്താ അമ്മേ, ജോത്സ്യം നോക്കുന്നുണ്ടോ? അതിന്റെ കൂടെ ഒരു കുറവേ ഉള്ളൂ എന്റെ ജീവിതത്തിൽ. നിന്റെ ജീവിതത്തിൽ എന്ത് കുറവോ അതിനുള്ള പരിഹാരവും ഞാൻ പറഞ്ഞു തരാം മോളെ. എനിക്കറിയാത്തത് നിങ്ങൾ പറഞ്ഞു തരാന്നാണോ? എന്റെ ജീവിതം എന്താണെന്ന് എനിക്കറിയാം. എന്തിനാ മോളെ നീ ഇത്രയ്ക്ക് ദേഷ്യപ്പെടുന്നത്?
നിനക്ക് സമാധാനമില്ല, നിനക്ക് സന്തോഷമില്ല, ജീവിതത്തിൽ തൃപ്തിയും ഇല്ല. അതെ, ഭർത്താവോ കുടുംബമോ കുട്ടികളോ ഒന്നും തന്നെ എനിക്കില്ല. അതിനിപ്പോ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിനക്കിപ്പോൾ 7 ശനിയാണ് മോളെ. നീ ഇപ്പോ ഈ വീട്ടിലെ 7 ശനി പോലെ തൂങ്ങിക്കിടക്കുവാണ്. ആ കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് നിന്റെ മുഖത്തുണ്ടല്ലോ മോളെ. ആ നെറ്റിയില് പൊട്ടു വെക്കണോന്നല്ലേ നിന്റെ ആഗ്രഹം? നിനക്ക് തലയിൽ പൂ വെക്കണോന്നും ആഗ്രഹമുണ്ട്. സുമംഗലി ആവണോന്നാണ് നിന്റെ ആഗ്രഹം. നമ്മൾ ആഗ്രഹിച്ചിട്ടെന്താ? എല്ലാം നടക്കാനൊന്നും പോകുന്നില്ലല്ലോ. ചിലതൊക്കെ നടന്നേ പറ്റൂ മോളെ. ചിലത് ഈ ജന്മത്തിൽ നടക്കുകയില്ല. ഈ വീട്ടില് ചില പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപശകനമാണല്ലോ കാണുന്നത്. അത് പോകാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം. വീട്ടിലേക്ക് വരാൻ അനുവദിക്കൂ. ഈ വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതേ ഞാനാ. അത് നിങ്ങൾ മാറ്റിത്തരാന്ന് പറഞ്ഞാ ഞാൻ എങ്ങനെ സമ്മതിക്കാനാ? നിന്റെ പ്രശ്നങ്ങൾ തീരാൻ നല്ല വഴി പറഞ്ഞു തരാം. വീട്ടിലേക്ക് വരാൻ അനുവദിക്കും മോളെ. നിങ്ങളൊന്നും പറയണ്ട, വേഗം സ്ഥലം വിട്. വലിയ വലിയ കഷ്ടങ്ങളാ വരാൻ പോകുന്നത് മോളെ. അതെല്ലാം ശരിയാകണമെങ്കിൽ ദേവിയുടെ അനുഗ്രഹം വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ ആപത്തിലാകും. ഇങ്ങനെ പേടിപ്പിച്ചിട്ട് ഞങ്ങള് കാശ് വാങ്ങി അങ്ങ് പോകും. നിങ്ങളെ നാടകമൊന്നും ഇവിടെ നടക്കില്ല. ചെല്ല് ചെല്ല് ചെല്ല്. കാശിനു വേണ്ടി പറയുന്നതല്ല മോളെ, സത്യമാണ് ഞാൻ പറയുന്നത്. എന്റെ വാക്കുകൾ കേൾക്കും മോളെ. ദേ നോക്ക്, പോകുന്നുണ്ടോ ഇല്ലയോ? നീ മിണ്ടായിരിക്കും സുമംഗലി. അവള് കള്ളം പറയാ. നിങ്ങൾ കയറി വാ അമ്മ. എന്തിനേട്ടാ? അവര് വെറുതെ ഓരോന്ന് പറയുന്നതാ. അതുകൊണ്ടാ അകത്തേക്ക് വിളിച്ചേ. നിങ്ങൾ അകത്ത് വന്ന് ജാതകം നോക്കിക്കോളൂ. വരൂ അമ്മേ. ഏട്ടൻ എന്തിനാ ഈ അമ്മയെ വിളിച്ചത്? ഈ അമ്മയത് എത്തിജാതകം പറയാൻ പോവാ. എന്താ ഏട്ടാ ഇത്? കൈനോട്ടക്കാരിയെ കൂട്ടിട്ട് വന്നേ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് ഏട്ടത്തി. പക്ഷെ ഏട്ടനാ കേക്കാതെ വീട്ടിൽ കൊണ്ടുവന്നത്. ഈ വീട്ടിൽ നടക്കുന്ന അപശകുനങ്ങൾക്ക് കാരണം കണ്ടെത്തണം. അതിനുവേണ്ടി അവരകത്തേക്ക് വിളിച്ച്. ജാതകം നോക്കിക്കോളൂ. ഇന്നെന്റെ 3 മരുമക്കൾക്കും വലിയ ആപത്തുകളുണ്ടായി. ഈ വീട്ടിനെന്തോ പ്രശ്നമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അതെന്താണെന്ന് പറഞ്ഞാട്ടെ. പറയാം സാറേ. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ എന്റെ മുന്നിൽ വന്നിരിക്കണം. ജയന്തി, നീ ഇരിക്കേ. കാഞ്ചി കാമാക്ഷി, മധുര മീനാക്ഷി, കാശി വിശാലാക്ഷി, ഒന്നിവിടെ വന്ന് അരുളി ചെയ്താലും ദേവി, സത്യം എന്താണെന്ന് പറഞ്ഞാലും. പ്രശ്നം എന്താണെന്ന് എനിക്കിപ്പോ മനസ്സിലായി മോളെ. ദേവിക്കൊരു നേർച്ചയുണ്ടായിരുന്നു. ദേവി നിനക്ക് അഭയം തന്നു. നിന്റെ ആഗ്രഹം നടത്തി തന്നു.
പക്ഷെ നേർച്ച നീ ഇതുവരെ ചെയ്തില്ലല്ലോ. ആ നേർച്ച ഇനിയും ബാക്കിയുണ്ടല്ലോ. അതുകൊണ്ടാ ഇത്രയും പ്രശ്നങ്ങൾ. ഇതെല്ലാം അതികഠിനമായി മാറുന്നതിന് മുൻപ് നേർച്ച വേഗം ചെയ്തോളൂ. ഞാൻ നേർച്ചയൊന്നും നേർന്നിട്ടില്ലല്ലോ. ഭാവനെ, നീ നേർച്ച നേർന്നിട്ടുണ്ടോ? ഇല്ലമ്മേ. വസു, നിന്റെ നേർച്ച എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഇല്ല ചേച്ചി. ഞാനും ഒരു നേർച്ചയും ചെയ്തിട്ടില്ല അമ്മേ. അബി, ഇവിടെ ആർക്ക് നേർച്ച വെക്കുന്ന ശീലമില്ലെന്ന് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? അച്ഛാ, എന്താ കാര്യമായിട്ട് ആലോചിക്കുന്നേ? അച്ഛൻ എന്തെങ്കിലും നേർച്ച നേർന്നിരുന്നോ? അതെ അഖിൽ, അഭിയുടെ കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ കുലദൈവമായ ഈ ദേവീക്ഷേത്രത്തിൽ വന്ന് നേർച്ചകൾ നടത്താമെന്നും പൂജകൾ ചെയ്യാമെന്നും ഞാൻ നേർന്നിരുന്നു. എനിക്കൊരു രണ്ടാം കല്യാണം നടക്കാൻ വേണ്ടി ഏട്ടൻ നേർന്നില്ല. സ്വാർത്ഥ ചിന്തയുള്ള ഏട്ടൻ. ദേവിയുടെ അമ്പലോ? ആ ദേവിക്ക് ഒരുപാട് മഹത്വമുണ്ട് മോളെ. ആ ദേവിയെ ഉടനെ തന്നെ പ്രീതിപ്പെടുത്തണം. വേഗം ആ ക്ഷേത്രത്തിൽ പോയി നേർച്ച തീരുന്നത് വരെ വ്രതം എടുക്കുകയും വേണം മോളെ. നീ ശ്രദ്ധയോടെ വേണം പൂജ ചെയ്യാൻ. ആ നേർച്ച നിറവേറിയാൽ മാത്രമേ നിന്റെ എല്ലാ കഷ്ടപ്പാടുകളും തീരുകയുള്ളൂ മോളെ. നീ വേഗം പോയി നേർച്ച തീർത്തോളൂ. ഈ ഭവനം കണ്ട ഉടനെ എനിക്ക് പ്രശ്നങ്ങൾ മനസ്സിലായി. ദേവിയാണ് എന്നെ സംസാരിപ്പിച്ചത്. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ മോളെ. ഭാവനെ, എന്നാൽ ഞാൻ ഇറങ്ങുന്നു. എന്തിനാ ഏട്ടൻ നേർച്ച നേർന്നേ? അഭിയുടെ കല്യാണം നടക്കാൻ വേണ്ടിയാ നേർന്നത്. ആ ക്ഷേത്രം മലയിൽ എവിടെയോ ആണ്. നമ്മുടെ കല്യാണ സമയത്ത് പോയതാ. അന്ന് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു. എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും ശരി, നമ്മളെല്ലാവരും ആ ക്ഷേത്രത്തിൽ പോകണം ചെയ്തേ. അവിടെ പോകുന്നതേ വലിയ കഷ്ടമാണ്. എല്ലാവരും കൂടി പോണോന്ന് പറഞ്ഞോ? പോയാൽ നല്ലത്. വെറുതെ ഇരുന്ന് ശ്രദ്ധയോടെ പൂജ ആര് ചെയ്യൂട്ടാ? പൂജ ഞാൻ ചെയ്യാളമ്മേ. വീട്ടിലെ മൂത്ത മരുമകളായ ഭാവന ഉള്ളപ്പോ നീ എന്തിനാ? അമ്മേ, അച്ഛൻ പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ വിവാഹത്തിന് വേണ്ടിട്ടല്ലേ? അതുകൊണ്ടാ ഞാൻ വ്രതമെടുത്ത് വേണ്ടതെല്ലാം ചെയ്യാന്ന് പറഞ്ഞ. നീ പറയുന്നതാ മോളെ ശരി. വ്രതമെടുത്ത് പൂജ ചെയ്ത് ദേവിയുടെ ചടങ്ങുകളൊക്കെ നടത്തണം. നാളെ തന്നെ പുറപ്പെടാം. നാളെ തന്നെ പോണോന്നോ? ഇതൊന്നും നീട്ടിവെക്കാൻ പാടില്ല അഭി. ഇല്ലച്ചാ, നാളെ കുറച്ച് ജോലിയുണ്ട്. 2 ദിവസത്തേക്ക് എല്ലാം ഒന്ന് മാറ്റിവെക്ക്. അഖിൽ യാത്രയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്യും. ശരി അച്ഛാ. അതെ ഏട്ടാ, ഒരു തവണ കൂടി ഒന്ന് ആലോചിച്ചിട്ട്. വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ ഇതിൽ കൂടുതൽ ആലോചിക്കണോ ജയന്തി? ഞാൻ നേർന്നതൊക്കെ ശരിയാ, അതെല്ലാം നടക്കണം.
പൂജ ചെയ്യാൻ വേണ്ടി വസു തയ്യാറായിട്ടിരിക്കുക. പിന്നെന്താ പ്രശ്നം? നാളെ എല്ലാവരും പുറപ്പെടണം. അല്ല, കാവ്യ എവിടെ പോയി? അവളെ രാവിലെ മുതൽ കണ്ടില്ലല്ലോ. അവൾ അവളുടെ മുത്തശ്ശേരി വീട്ടിൽ പോയിരിക്കാച്ചാ. ഓഹോ, അത് ശരി. നിങ്ങളെല്ലാം തയ്യാറായിക്കോ. നാളെ രാവിലെ പുറപ്പെടാം. എന്താ ഏട്ടാ, കാട്ടിൽ എവിടെയോ ഉള്ള ക്ഷേത്രത്തിൽ പോണെന്ന് പറഞ്ഞാ? പോകണം ജയന്തി. നമ്മുടെ കല്യാണ സമയത്ത് എങ്ങോ പോയതല്ലേ അവിടെ? അതിനുശേഷം ഇതുവരെ നമ്മൾ അങ്ങോട്ട് പോയിട്ടേ ഇല്ല.